ദേവൻ ചെന്ന് ഭാനുവിൻ്റെ റൂമിൻ്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു. ഉള്ളിൽ നിന്ന് ലോക്കായതിനാൽ തുറക്കാൻ കഴിഞ്ഞില്ല. ഇതെന്താ തുറക്കാൻ കഴിയാത്തത്? അത് കുറേ ദിവസമായി അടഞ്ഞു കിടക്കുന്നതല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ ലോക്കായിട്ടുണ്ടാവും, ഗൗരി പറഞ്ഞു. അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ലോക്കാവേ? അതെങ്ങനെ? അല്ല, അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ലോക്ക് ജാമായിട്ടുണ്ടാവും, ഗൗരി തിരുത്തി പറഞ്ഞു. ഞാൻ ആളെ വിടാം, ഈ റൂം വൃത്തിയാക്കിയിട്. ഈ അവസ്ഥയിൽ രവി ഔട്ട് ഹൗസിൽ കിടന്നാൽ ശരിയാവില്ല. അവൻ വന്ന ഈ റൂമിൽ കിടന്നാൽ മതി, മറ്റൊരു റൂമിലേക്ക് ചൂണ്ടി ഗൗരി പറഞ്ഞു. ആ റൂം കൊടുത്തൂടെ? ആ റൂം ചെറുതാ, ഹോം നഴ്സിന് കൂടി ബെഡ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ദേവൻ അവിടുന്ന് പോയി. മറ്റൊരാൾ കൂടി ഇവിടെ ഉണ്ടാവുമ്പോൾ ഭാനുക്കുഞ്ഞ് താഴെ കിടന്നാൽ ശരിയാവില്ല, മുകളിലെ ഏതെങ്കിലും മുറിയിൽ കിടന്നാൽ മതി. സ്വന്തം മകൻ്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ ഗതികേട് എന്ന് പറഞ്ഞ് ഭാനു കരഞ്ഞു. സാരല്ല അമ്മേ, ഒരിക്കലെല്ലാം ശരിയാവും. നിങ്ങൾക്ക് രണ്ടാൾക്കിടയിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. സാറ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നേ ദേഷ്യപ്പെടുന്നേ ഉള്ളൂ. എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ സാറ് വളരെ പാവാ. എൻ്റെ മോനെക്കുറിച്ച് നീ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഞാനിവിടെ വന്നിട്ട് കുറച്ചായല്ലോ, എല്ലാവരെയും കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. സംസാരിച്ചുകൊണ്ട് നിന്ന സമയം പോകുന്നത് അറിയില്ല. റൂം ക്ലീൻ ചെയ്തെടുത്തേ, രാവിലെ ചെയ്യാൻ സമയമുണ്ടാവില്ല. അത് ക്ലീനായി തന്നെ ഇരിക്കുന്നത് മോളെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. മോളിപ്പോൾ ഭാനുവിനുള്ള മുറി ഏതെന്ന് നോക്കി കൊടുക്ക്. എങ്കിൽ വരൂ അമ്മേ, ഏത് മുറി ഇഷ്ടപ്പെട്ടതെന്ന് പറയൂ, ഞാനത് വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞ് ഭാനുവിനെ കൂട്ടി ഗൗരി മുകളിലേക്ക് പോയി. പിറ്റേന്ന് ഗൗരി ഓഫീസിൽ പോയി. ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേക്കും അവന് കിടക്കാനായി റൂം സെറ്റ് ചെയ്യാൻ ആൾ വന്നിരുന്നു. രവിക്കായി ഹോസ്പിറ്റൽ ബെഡ് സെറ്റ് ചെയ്തു. ലഞ്ച് ബ്രേക്കിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാൻസി അഞ്ജലിയോട് പറഞ്ഞു, നാളെ മുതൽ ദേവനും ഓഫീസിലുണ്ടാവും. ഇന്ന് രവിയെ ഡിസ്ചാർജ് ചെയ്യുന്നല്ലേ പറഞ്ഞത്? അവൻ്റെ ഒരു യോഗം നോക്ക്, ദേവൻ്റെ ജോലിക്കാരനാ. എന്നിട്ടും അവന് ഹോസ്പിറ്റലിൽ ദേവൻ കൂട്ടിയിരിക്കുന്നു. ദേവന് കുറ്റബോധം ഉണ്ടാവും. അവൻ ആട്ടിവിട്ടതുകൊണ്ടല്ലേ രവി ഇവിടുന്ന് പോയത്. മറ്റെവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് കിട്ടാത്തതുകൊണ്ട് ഇനി ആത്മഹത്യക്ക് ശ്രമിച്ചതാണോന്നും അറിയില്ലല്ലോ. ദേവൻ അവന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടും കാണാൻ ചെന്നില്ലെങ്കിൽ ദേവൻ എന്ത് വിചാരിക്കും? ഇന്ന് ഓഫീസിൽ നിന്നിറങ്ങി ഒന്ന് പോണമെന്ന് വിചാരിക്കുന്നുണ്ട്. നാൻസി വരുന്നോ? ഇന്ന് തന്നെ പോണോ? മറ്റൊരു ദിവസം പോയാൽ പോരെ? നാളെ ദേവൻ ഓഫീസിൽ വരികയാണെങ്കിൽ ചോദിക്കില്ലേ ഒന്ന് വന്നില്ലല്ലോ എന്ന്? അതുകൊണ്ട് ഇന്ന് തന്നെ പോണം. ഹോസ്റ്റലിൽ ചെന്ന് ഒന്ന് ഫ്രഷായിട്ട് പോവാം. ഡേറ്റാ? ഓക്കെ. വൈകുന്നേരം ഗൗരി മഹേന്ദ്രത്തിലെത്തുമ്പോഴേക്കും രവി എത്തിയിരുന്നു. ഹോം നഴ്സ് സുഭാഷും ഒപ്പം ഉണ്ടായിരുന്നു. ഗൗരി റൂമിൽ ചെന്ന് ബാഗ് വച്ച് നേരെ രവിയെ കാണാൻ ചെന്നു. രവി തലഭാഗം പൊക്കി വെച്ച് ചാരിയിരിക്കുകയായിരുന്നു. ഗൗരി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് പറയാൻ തുടങ്ങിയാൽ ഇപ്പോൾ ഒന്നും തീരില്ല. ആദ്യം ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ പറയൂ. ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി വന്നതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. രാമേട്ടൻ പോകുമ്പോഴും പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ മറ്റെന്ത് വിശേഷ? സുന്ദരിമാരായ നേഴ്സുമാരുടെ പരിചരണത്തിൽ ഹാപ്പി ആയിരുന്നു. നല്ലതുപോലെ ആസ്വദിച്ച മട്ടുണ്ടല്ലോ. ആ, കുറച്ചൊക്കെ. ടെൻഷൻ മുഴുവൻ അടിച്ചത് ഞങ്ങളാണല്ലോ. അവൻ്റെ ചിരിയിൽ പെട്ടെന്ന് വേദന നിറഞ്ഞു. അത് മനസ്സിലാക്കിയെന്ന വണ്ണം ഗൗരി ചോദിച്ചു, എപ്പോഴേക്കാണ് നടക്കാറാവുക? അവരുടെ സംസാരം ശ്രദ്ധിച്ച് അടുത്തുണ്ടായിരുന്ന സുഭാഷ് പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞാൽ ബാൻഡേജ് മാറ്റും. അത് കഴിഞ്ഞാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാം. പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്യണം. എന്നിട്ട് ഗൗരിയെ നോക്കി ചോദിച്ചു, ഇത്? മാഡാ, രവി പറഞ്ഞു. ഹായ് മാഡം, ഞാൻ സുഭാഷ്. രവി സാറിനെ നോക്കാൻ. ഗൗരി അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, ഗൗരി എന്നാ എൻ്റെ പേര്. എന്നിട്ട് രവിയോട് പറഞ്ഞു, റെസ്റ്റ് എടുക്കൂ, ഞാൻ പോട്ടെ. ഗൗരി അവിടുന്ന് നേരെ റൂമിൽ ചെന്ന് ഫ്രഷ് ആയതിനു ശേഷം കിച്ചണിലേക്ക് ചെന്നു. സാർ എവിടെ രാമേട്ടാ? കുഞ്ഞ് കുറേ ദിവസമായില്ലേ ഹോസ്പിറ്റലിൽ, പാവം കഷ്ടപ്പെടുന്നു. വന്ന് കഴിച്ചു കഴിഞ്ഞതും കിടന്നു. വന്നപ്പോൾ തന്നെ 3 മണി കഴിഞ്ഞിരുന്നു. രാമേട്ടൻ അവൾക്ക് ചായ കൊടുത്തപ്പോൾ അവൾ ചോദിച്ചു, അമ്മയ്ക്ക് ചായ കൊണ്ട് കൊടുത്തോ രാമേട്ടാ? കൊടുത്തു. ഭാനുക്കുഞ്ഞിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാവും. മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് വേണ്ടേ വല്ലതും കഴിക്കാനും കുടിക്കാനും കൊടുക്കാൻ. സാറ് എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം രാമേട്ടാ എന്ന് പറഞ്ഞ് ഗൗരി പോകാൻ തുടങ്ങിയപ്പോൾ രാമേട്ടൻ പറഞ്ഞു, സന്ധ്യയായില്ലേ മോളെ, വിളക്ക് തെളിയിച്ചിട്ട് പോയിക്കോ. ഗൗരി പൂജാമുറിയിൽ കയറി ദീപം തെളിയിച്ച് പുറത്തേക്ക് കാണിക്കാൻ കൊണ്ടുവരുമ്പോഴാണ് അഞ്ജലിയും നാൻസിയും വരുന്നത്.
കയ്യിൽ നിലവിളക്കുമായി നിൽക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും അത്ഭുതപ്പെട്ടുപോയി. അവരെ അവിടെ കണ്ടതുകൊണ്ട് ഗൗരി ഒന്ന് പകച്ചു. അഞ്ജലി ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് കുതിച്ചു ചെന്നു. ഡി, നീ എന്താടി ഇവിടെ? അഞ്ജലിയുടെ വരവ് കണ്ട് ഗൗരി പേടിച്ച് പുറകിലേക്കൊന്ന് നീങ്ങി. അത് ഞാൻ അവൾ വാക്കുകൾക്ക് വേണ്ടി വിക്കി. ചോദിച്ചത് കേട്ടില്ലടി, നീ എന്താ ഇവിടെ? അഞ്ജലി വീണ്ടും ചോദിച്ചു. ഗൗരി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇത് തൻ്റെ ഭർത്താവിൻ്റെ വീടാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അവൾ മടങ്ങി മനുവിൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ കഴുത്തിലെ താലിയുടെ അവകാശി ദേവനാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ മനുവേട്ടൻ എന്നത് വെറുമൊരു ഓർമ്മയായി മാത്രം അവശേഷിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു. രവിയുടെ അനിയത്തിയാ ഗൗരി. റൂമിൽ നിന്നിറങ്ങി സ്റ്റെയർ കേസിൽ നിൽക്കുന്ന ദേവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഗൗരി ഒരു ഞെട്ടലോടെ ദേവനെ നോക്കി. ഒപ്പം അഞ്ജലിയും നാൻസിയും. ആണോടി, നീ രവിയുടെ അനിയത്തിയാണോ? അഞ്ജലി ചോദിച്ചു. ഗൗരി ഒന്നുകൂടി ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ പിടിച്ചുലച്ച് നാൻസി ചോദിച്ചു. എന്തിനാടി നീ ദേവൻ്റെ മുഖത്ത് നോക്കുന്നത്? രവിയുടെ അനിയത്തി തന്നെയാണോന്ന് നിനക്കുറപ്പില്ലേ? അഞ്ജലി ഗൗരിയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി വീണ്ടും ചോദിച്ചു. പറയടി, നീ രവിയുടെ അനിയത്തിയാണോ? ആ, അവൾ ഒരുവിധം കഷ്ടപ്പെട്ട് പറഞ്ഞൊപ്പിച്ചു. എന്നിട്ട് ഇത്രയും ദിവസം എന്തിനാ എല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചത്? നാൻസി ചോദിച്ചു. അതൊക്കെ അവരുടെ ഫാമിലി ഇഷ്യൂവാ. നിങ്ങളിപ്പോൾ വന്നത് അതൊന്നും അന്വേഷിക്കാനല്ലല്ലോ എന്ന് ചോദിച്ച് ദേവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഗൗരി ചെല്ല്. അത് കേട്ടതും അവൾ വിളക്കുമായി അവിടുന്ന് നടന്നു നീങ്ങി. ഗൗരി വിളക്കുമായി പോകുന്നത് ദേഷ്യത്തോടെ നോക്കി അഞ്ജലി ദേവനോട് പറഞ്ഞു. രവിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നുവെന്നറിഞ്ഞു. അവനെ കാണാൻ വന്നതാ. ഓ, അവൻ ഹോസ്പിറ്റലിലാണെന്ന് നീ അറിഞ്ഞിരുന്നോ? നമ്മൾ ദിവസം കാണുന്ന ഒരാളെ പെട്ടെന്നൊരു ദിവസം മുതൽ കാണാതായ സ്വാഭാവികമായും ചിലരോടെങ്കിലും അന്വേഷിക്കും അയാൾ എവിടെ പോയി എന്ന്. നീ ഒന്ന് വിളിച്ചതുപോലുമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ എന്തുകൊണ്ട് ഓഫീസിൽ വന്നില്ല എന്നെങ്കിലും. ദേവൻ, ഞാൻ വീട്ടിലെത്തുമ്പോൾ വൈകും. പിന്നീട് ഒന്നിനും സമയം കിട്ടില്ല. വേഗം ഭക്ഷണം കഴിച്ച് കിടക്കും. നല്ല ക്ഷീണമായിരിക്കും. രാവിലെ മുതൽ ഒരേ ഇരിപ്പല്ലേ. ഓ, അതുകൊണ്ടാ എന്ന് പറഞ്ഞ് ദേവൻ രവിയുടെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തി രവിയെ കണ്ടതും നാൻസി ചോദിച്ചു. എങ്ങനെയുണ്ട് രവി? ഒരേ കിടപ്പല്ലേ മാഡം, ബോറാ. നിന്റെ അനിയത്തിയാണോ ഗൗരി? അഞ്ജലി ചോദിച്ചു. അവനൊരു ഞെട്ടലോടെ ദേവനെ നോക്കി. പെട്ടെന്ന് തന്നെ ചിരിച്ച്, ആ അതെ, ഗൗരി എൻ്റെ അനിയത്തിയാ. എന്നിട്ട് ആരോടും പറയാതെ മറച്ചു വെച്ചത് എന്തിനാ? അത് ഗൗരി എൻ്റെ അനിയത്തിയാണെന്ന് ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴോ? അഞ്ജലി സംശയത്തോടെ ചോദിച്ചു. ഇപ്പോന്ന് പറഞ്ഞാൽ കുറച്ചായിട്ടേ ഉള്ളൂ അല്ലേടാ? ആ അതെ. അതെന്താ അങ്ങനെ? അതായത് അവളെൻ്റെ അനിയത്തിയാണ്, എന്നാലും ഞങ്ങളുടെ പാരൻസ് വേറെയാ. പാരൻസ് വേറെയോ? പിന്നെ എങ്ങനെ അനിയത്തിയാവുന്നത്? പാരൻസ് അല്ല, ഇവരുടെ അമ്മ വേറെയാ, ദേവൻ പറഞ്ഞു. ഓ, അവിഹിത സന്തതിയാ? അഞ്ജലി പുച്ഛത്തോടെ ചോദിച്ചു. ദേവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നിങ്ങൾ രവിയെ കാണാൻ വന്നതല്ലേ? കണ്ടില്ലേ? ഇനി പോവാൻ നോക്ക്. ദേവൻ, നാൻസി വിളിച്ചു. പറഞ്ഞത് കേട്ടില്ലേ? പോ. സർ എന്ന് വിളിച്ച് വേണ്ട എന്ന് തലയാട്ടി ഗൗരി റൂമിനകത്തേക്ക് കയറി. വിങ്ങുന്ന മനസ്സുമായി അവൾ ചുണ്ടിൽ ചിരി വരുത്തി ജ്യൂസ് ട്രേ അവർക്ക് നേരെ നീട്ടി. എനിക്കൊന്നും വേണ്ട നിന്റെ ജ്യൂസ്, അഞ്ജലി പറഞ്ഞു. ഗൗരി ജ്യൂസ് അടുത്തത് നാൻസിക്ക് കാണിച്ചു. വേണ്ട, നാൻസിയും പറഞ്ഞു. ഗൗരി ജ്യൂസുമായി പോകാൻ തുടങ്ങിയപ്പോൾ രവി പറഞ്ഞു. ഗൗരി, എനിക്ക് വേണം ജ്യൂസ്. എന്നിട്ട് സുഭാഷിനോട് ചോദിച്ചു. നിനക്ക് വേണോടാ? ആ, ജ്യൂസല്ലേ, എനിക്ക് വേണം. അവൾ കൊണ്ടുവന്ന ജ്യൂസ് അവർക്ക് രണ്ടാൾക്കും കൊടുത്തു. നീ എന്താ 2 ഗ്ലാസ് മാത്രം കൊണ്ടുവന്നത്? എനിക്ക് കൂടി വേണമായിരുന്നു. ഇപ്പം എടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ട് വേണ്ടേ? പിന്നെ മതി, ദേവൻ പറഞ്ഞു. ഗൗരി അവിടുന്ന് പോയി. അഞ്ജലിയും നാൻസിയും അപമാനം സഹിക്കവയ്യാതെ ദേഷ്യത്തോടെ പല്ല് കടിച്ച് തല താഴ്ത്തി നിന്നു. ദേവൻ ചെറു മന്ദഹാസത്തോടെ അഞ്ജലിയെയും നാൻസിയെയും നോക്കി. ദേവൻ, ഞങ്ങൾ ഇറങ്ങുക, നാൻസി പറഞ്ഞു. ഓക്കെ നാൻസി, ഇനി നിൽക്കണ്ട. അഞ്ജലിക്ക് വീട്ടിലെത്താൻ വൈകില്ലേ? അവർ ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങിപ്പോയി.